بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ കാഫിറൂനാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിനെ കുറിച്ച് സൂറത്തിൻ്റെ ശ്രേഷ്ഠതയായി ഷിർക്കിൽ നിന്ന് മുസ്ലിമിൻ്റെ ബന്ധവിച്ഛേദനമാണ് ഈ സൂറത്ത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഓതാൻ കൽപ്പിച്ചു. ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും ഖുൽ ഹുവല്ലാഹു അഹദും ഓതാറുണ്ടായിരുന്നു. ഒന്ന് ഹജ്ജിനും ഉംറയിലും തവാഫിന് ശേഷം മഖാമ ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുള്ള നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ ഈ സൂറത്തും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതാറുണ്ടായിരുന്നു. ഫജ്റിന് മുമ്പുള്ള സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ, അതുപോലെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാൻ വിട്ടിരുന്നു, ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. നസീർക്കാണ് കാണിച്ചു തന്നത്. ജസാഹുല്ലാഹു ഖൈറൻ വബാറക ഫീഹ്. ഇമാം അഹ്മദ്, ഇമാം തൊബ്രാനി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, കാന യഖറഉ ഫീ റക്അതൈ അൽ ഫജ്രി والركعتين بعد المغرب قل يا أيها الكافرون وقل هو الله أحد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തുകളിലും ഇത് ഓതാറുണ്ടായിരുന്നു. ഇമാം അൽബാനി അവിടുത്തെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഇത് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അതൊന്ന് പിന്നിലിരുന്നെടുത്തോ, വരുന്നവർക്ക് കയറാലോ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം സഅദിയുടെ തഫ്സീർ നമ്മൾ വായിച്ചു. അതുപോലെ ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിനും കുറച്ച് ഭാഗങ്ങൾ വായിച്ചു. ബാക്കി പറയുകയാണ്, ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായിരുന്ന പശ്ചാത്തലം പറഞ്ഞല്ലോ. മുശ്രിക്കുകൾ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചു. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളോട് പറയുക, ഭൂമിയിലുള്ള എല്ലാ കാഫിറിനോടും, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിന്, യാനി അതായത് മിനൽ അസ്നാമി വൽ അൻദാദ് നിങ്ങൾ ആരാധിക്കുന്ന അസ്നാം. അസ്നാം ഏതാ? സനം, ബിംബം. അസ്നാം ബിംബങ്ങൾ, അസ്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിനെ തകർക്കാൻ പറഞ്ഞില്ലേ, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത. മുസ്ലിങ്ങളുടെ നാട്ടിൽ പിന്നെ ബിംബങ്ങൾ പറ്റൂല, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കൽപ്പിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു പിന്നീട് അബുൽ ഹയ്യാജ് അൽ അസദി എന്ന തന്റെ സൈന്യാധിപനോട് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത.
റസൂലുള്ള എന്നെ നിയമിച്ച കാര്യത്തിന് ഞാൻ താങ്കളെ നിയമിക്കട്ടെയോ? എന്താണത്? പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ വിഗ്രഹവും പൊളിക്കാതെ വിടരുത്, കെട്ടിപ്പൊക്കി ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. അതാണ് ഈ ആ നിലക്കുള്ള അസ്നാം. അതുപോലെ അന്താദ് എന്താ? നിദ് പറഞ്ഞാൽ സമന്മാരെ. അള്ളാഹു അല്ലാത്ത ആരാധിച്ചാലും അള്ളാഹ്ക്ക് സമനാക്കലായി. അതാണ് അള്ളാഹു പറഞ്ഞു ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ. ഏത് സൂറത്താ? സൂറത്തുൽ ബഖറ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. മനുഷ്യരെ, നിങ്ങളെ പടച്ച, നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത്, മുകളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചു തന്ന് നിങ്ങൾക്ക് തിന്നാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അന്താദിനെ ഉണ്ടാക്കരുത്, ഏർപ്പെടുത്തരുത്. ആ അന്താദ്, അസ്നാം, ഇതൊന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്ന അസ്നാം, അന്താദ്, ഇതൊന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും ആബിദൂൻ, നിങ്ങളും ആരാധിക്കുന്നില്ല. മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ. ഇവിടെ മാ അഅ്ബുദ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നതിനെ, എന്നാൽ മാ എന്ന് പറഞ്ഞാൽ ഇവിടെ മൻ എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞതാണ്. വഹുവല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഫമാ ഹാഹുനാ ബിമഅനാ മൻ. ഇബ്നു കസീർ പറയുന്നു, ഞാൻ ആരാധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണത്? വഹുവല്ലാഹ്, അല്ലാഹുവാണ്. വഹ്ദഹു ലാ ശരീക ലഹു, ഏകനായ ഒരു പങ്കുകാരനുമില്ലാത്ത അല്ലാഹുവിനെ. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹദീസ് പൂർണ്ണമായി അങ്ങനെയാണ്. ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്ക് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തവണ ഒരു ദിവസം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഇനി പറയപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ശീലാക്കണത്, എല്ലാ ദിവസവും ശീലമാക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ചൊല്ലാൻ പറ്റുന്നതേ ഉള്ളൂ. സുബഹിസ്കാരം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്കാണ്. എല്ലാ നബിമാരും വന്ന് പറഞ്ഞതല്ല, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എല്ലാ നബിമാരും വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞത് അതാണ്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്നെ അനുസരിക്കുക. നബിമാരുടെ ദഅവത്തിന്റെ ആകത്തുക ഏതാണ്? തൗഹീദ്, ആഖിറ, റിസാല. തൗഹീദിലേക്ക് ക്ഷണിക്കുക, ആഖിറത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, റിസാലത്ത്, ഈ പ്രവാചകൻ വിശ്വസിക്കുക, ഈ നബി അംഗീകരിക്കണം. അല്ലാതെ മുസ്ലിം ആവോ? ഇല്ല. ഈ നബി അംഗീകരിക്കണം. എങ്ങനെ അള്ളാഹിനെ ആരാധിക്കണം? ഈ റസൂൽ പഠിപ്പിച്ചതുപോലെ. സുമ്മ ഖാൽ, ഇബ്നു കസീർ പറയുന്നു, സുമ്മ ഖാൽ വലാ അന ആബിദുൻ മാ അബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ആവർത്തിച്ചതാണത്, അല്ലേ? ആവർത്തിച്ചതാണ്. അതിന് തഫ്സീർ, 4 തഫ്സീറുകൾ, വളരെ അറിയപ്പെട്ട 4 തഫ്സീറുകൾ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു പറഞ്ഞു എന്നതിന് ഞാൻ വായിക്കും, ശ്രദ്ധിക്കണം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അത് തന്നെയാണ് വലാ അന ആബിദുൻ മാ അബത്തും. വലാ അന, ഞാനല്ല, ആബിദുൻ, ആരാധിക്കുന്നവനല്ല, മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നവയെ, നിങ്ങൾ ആരാധിച്ചവയെ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നവനല്ല, ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, വീണ്ടും അല്ലേ, നിങ്ങളല്ല, ആബിദൂൻ, ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ. വീണ്ടും പറഞ്ഞു, ഐ വലാ അഅ്ബുദു ഇബാദതകും. ഒന്നാമത്തേത് ഇതാണ്, നിങ്ങളുടെ ഇബാദത്ത് ഞാൻ ചെയ്യുകയില്ല. ഐ ലാ അസ്ലുകുഹാ വലാ അഖ്തദി ബിഹാ വഇന്നമാ അഅ്ബുദുല്ലാഹ അലാ വജ്ഹില്ലദി യുഹിബ്ബുഹു വയർദാഹ്. അതായത് ഞാൻ സ്വീകരിക്കുകയില്ല, വല അഖ്തദി ബിഹാ, നിങ്ങളുടെ ഇബാദത്തിനെ ഞാൻ പിൻപറ്റുകയില്ല. വഇന്നമാ അഅ്ബുദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഒരേ ഒരു മാർഗത്തിലാണ് മാത്രം എന്നാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ
ഏത് വഴിക്ക് മാത്രമാണ്? അലാ വജ്ഹില്ലദീ യുഹിബ്ബുഹു വയർദാഹ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ മാത്രമേ ഞാൻ അള്ളാഹിനെ ആരാധിക്കുകയുള്ളൂ. മുശ്രിക്കുകൾ ചെയ്യുന്ന ആരാധന അള്ളാഹ്ക്ക് ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹിലേക്ക് തഖർറുബ് ഉദ്ദേശിച്ച്, അള്ളാഹുവിലേക്ക് സാമീപ്യം ഉദ്ദേശിച്ച് ഇവർ ചെയ്യുന്ന ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖൗമിനോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല. വലിഹാദാ ഖാൽ വലാ അൻതും ആബിദൂന മാ അബുദ്. വീണ്ടും അത് പറഞ്ഞല്ലോ. എന്താണ്? ഐ ലാ തഖ്തദൂന ബി അവാമിരില്ലാഹ് വശറഇഹി ഫി ഇബാദത്തി. അള്ളാഹ് നിങ്ങളും ആരാധിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ പിന്തുടരുന്ന മാർഗം അള്ളാഹ് പഠിപ്പിച്ച മാർഗമല്ല, അള്ളാഹു നിയമമാക്കിയ മാർഗമല്ല. ബൽ ഖദ് ഇഖ്തറഅതും ഷൈഅൻ മിൻ തിൽഖാഇ അൻഫുസികും. മറിച്ച് നിങ്ങൾ ഇഖ്തറഅതും, നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയതാണ്. ഇഖ്തിറാഅത്ത് എന്ന് പറയും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, ദുനിയവിയായ കണ്ടുപിടുത്തങ്ങളൊക്കെ അറബിയിൽ ഇഖ്തിറാഅത്ത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. നിങ്ങൾ പുതുതായി കണ്ടുപിടിച്ചാണിത്. മിൻ തിൽഖാഇ അൻഫുസികും, എവിടെ നിർത്തതാ? നിങ്ങളെ പോക്കറ്റിൽ നിർത്തതാണ്. നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയ, നിങ്ങളുടെ ദേഹേച്ഛക്കനുസരിച്ച് ഉണ്ടാക്കിയതാണ്. കമാ ഖാൽ, അള്ളാഹുവിന്റെ ഈ ആയത്ത് പോലെയാണ്. സൂറത്തുൻ നജ്മിൽ ആയത്തുണ്ടല്ലോ, ഇൻ യത്തബിഊന ഇല്ല ളന്ന വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. ഇൻ യത്തബിഊൻ, അവർ പിൻപറ്റുന്നത് എന്തിനെ മാത്രമാണ്? ഇല്ല ളൻ, ഊഹത്തെ അല്ലാതെ മറ്റൊന്നുമല്ല. വമാ തഹ്വൽ അൻഫുസ്, ഹവാ, ഹവൻ നഫ്സ്, മനസ്സിന്റെ ഇച്ഛ, ദേഹേച്ഛകൾ, തോന്നിവാസം. വഹീനെതിരാണത്. ബിദ്അത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്? ഹവ. ബിദ്അത്തിന്റെ ഒക്കെ അടിസ്ഥാനം ഹവ. ഹവ പിൻപറ്റിയോ, നമ്മുടെ മനസ്സിൽ തോന്നിയത് പിൻപറ്റിയോ, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് പഴിച്ചു പോകും. അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ ഹവയെ കൊണ്ടുപോകണം. എന്നാലും മാത്രം നമ്മൾ വിശ്വാസികളാവുകയുള്ളൂ. നമ്മുടെ ഹവ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലേക്ക് കൊണ്ടുപോകണം, എന്നാലേ വിശ്വാസികളാവുകയുള്ളൂ. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസു യൗമൽ ഹിസാബ്. സൂറത്ത് സാദിൽ അള്ളാഹു പറഞ്ഞു, ദാവൂദ് നബിയോട് പറഞ്ഞതായി അള്ളാഹു നമ്മോട് പറഞ്ഞു തരികയാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, നിന്നെ നാം ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നു. ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ച ഹക്ക് കൊണ്ട് നീ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുക. അള്ളാഹിന്റെ ശരീഅത്ത് അനുസരിച്ചിട്ടാണ് ജനങ്ങൾക്കിടയിൽ വിധിക്കേണ്ടത്. ഏതോ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമം കൊണ്ടാണോ? അല്ല. വലാ തത്തബിഇൽ ഹവാ, നീ ഹവയെ പിൻപറ്റരുത്, ദേഹേച്ഛയെ പിൻപറ്റരുത്. ഫയുദില്ലക അൻ സബീലില്ലാഹ്, ഹവ പിൻപറ്റി എന്താ സംഭവിക്കുക? നിന്റെ അള്ളാഹിന്റെ സബീലിൽ നിന്ന്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് അത് നിന്നെ തെറ്റിച്ചു കളയും. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവർ, വഴിപിഴച്ചു പോയവർ, ലഹും അദാബുൻ ശദീദുൻ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസു യൗമൽ ഹിസാബ്, യൗമുൽ ഹിസാബ്, ഖിയാമത്ത് നാളിനെ അവർ മറന്നത് കാരണത്താൽ. ആരോടാ ഇത് പറഞ്ഞത്? ദാവൂദ് നബിയോട്. ഉമവി ഖലീഫമാരിൽ ഒരാൾ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പണ്ഡിതനോട്, ആ കാലത്ത് ജീവിച്ച പണ്ഡിതനോട് ചോദിച്ചു, രാജാക്കന്മാർ ചോദ്യം ചെയ്യപ്പെടുമോ? അവരുടെ അധികാരത്തിന്റെ പേരിൽ, അവരുടെ വിധിച്ച വിധികളുടെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുമോ? അപ്പൊ ഇദ്ദേഹം, ഈ മഹാനായ ആലിം, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ മറുപടി ഞാൻ പറയട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളാണോ ഖൈർ, നിങ്ങളാണോ ഉത്തമൻ, അതല്ല ദാവൂദ് നബിയാണോ? എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസു യൗമൽ ഹിസാബ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദാവൂദ് നബിക്ക് അല്ലാഹ് നുബുവത്തും മുൽക്കും കൊടുത്തു. ദാവൂദ് നബിക്ക് അല്ലാഹ് അധികാരം കൊടുത്തു, രാജാവാക്കി, ഖലീഫയാക്കി, പ്രവാചകനുമാക്കി. നിങ്ങൾക്ക് അല്ലാഹ് എന്തേ തന്നിട്ടുള്ളൂ? മുൽക്കേ തന്നിട്ടുള്ളൂ. അള്ളാഹിന്റെ ആയത്താണിത് എന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹവ പിൻപറ്റിയാൽ പോക്കാണ് കാര്യം. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹിനെ ഭയക്കുക, ഹവയെ ഒഴിവാക്കുക, സ്വർഗം അവർക്ക് വേണ്ടി കൊണ്ടുവരപ്പെടും എന്ന് പറഞ്ഞു.
സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അവർ പിൻപറ്റുന്ന മുശ്രിക്കുകൾ പിൻപറ്റുന്നത്. ഷിർക്കിന്റെ കാരണം എന്താ? ഹവ. ബിദ്അത്തിന്റെ കാരണം എന്താ? ഹവ. മാസിയത്തിന്റെ കാരണം എന്താ? ഹവ. ശൈത്താനും അതുപോലെ ഹവ, മനസ്സിന്റെ ദേഹേച്ഛകൾ, തോന്നിവാസം. അതിന് പിൻപറ്റും. തോന്നിവാസി എന്ന് പറയൂലേ, അതാണിത്. വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന് നേർമാർഗം വന്നു കിട്ടിയിട്ടുണ്ട്. തൊട്ടുമുമ്പുള്ള ആയത്ത് എന്താ? إن هي إلا أسماء سميت أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الله. എന്നിട്ടാണ് അല്ലാഹു അത് പറഞ്ഞിട്ടുള്ളത്. ലാത്തയും ഉസ്സയും നീ കണ്ടില്ലേ? മൂന്നാമനായ മറ്റൊരു മനാത്തയെ കണ്ടില്ലേ? അതുപോലെ അവർക്ക് ആൺമക്കളും അള്ളാഹ്ക്ക് പെൺമക്കളുമാണോ? അത് വല്ലാത്തൊരു വീതം വെപ്പ് തന്നെയാണ്. അവർക്ക് പെൺമക്കളെ കിട്ടിയാൽ അവർക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്, ജീവനോടെ കുഴിച്ചു മൂടും. എന്നാൽ അള്ളാഹ്ക്ക് പെൺമക്കളുണ്ടെന്ന് പറയാൻ യാതൊരു മടിയില്ല. തിൽ കൈതൻ ഖിസ്മത്തും ദീസ. ഒരു നീതിയില്ലാത്ത ഓഹരി വെപ്പാണല്ലോ ഇത്. അവരും അവരുടെ പൂർവ്വപിതാക്കളും ഇട്ട വെറും പേരുകൾ മാത്രമാണത്. അള്ളാഹു ഒരു സുൽത്താൻ ഒരു തെളിവും അതിൽ അവതരിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള മുശ്രിക്കുകളുടെ ആരാധന വസ്തുക്കളെ പോലെ തന്നെ ഒരു തെളിവില്ല. കുറെ കഥാപാത്രങ്ങൾ, ഏതോ ആളുകൾ ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ, അവരവരുടെ പൂർവ്വപിതാക്കളും ആരാധിച്ചു വരുന്ന ആരാധ്യർ. അള്ളാഹു അതിലൊരു തെളിവ് അവതരിപ്പിച്ചിട്ടില്ല. അവരവരുടെ ഹവയാണ് പിൻപറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആയത്ത്. ഫതബറഅ മിൻഹും ഫീ ജമീഇ മാ ഹും ഫീഹ്. അങ്ങനെ അവരുള്ള എല്ലാത്തിലും, അവരുടെ ആരാധ്യന്മാരിൽ നിന്നും അവരുടെ ആരാധനാ രീതിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാഅത്ത് പ്രഖ്യാപിക്കാൻ അള്ളാഹു അതാണ് നബിയോട് കൽപ്പിക്കുന്നത്. ഫഇന്നൽ ആബിദ്, ഇനി പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബ്നു കസീർ പറയണം, ഫഇന്നൽ ആബിദ്, ഒരു ആരാധിക്കുന്ന ഒരാൾ, ലാ ബുദ്ദ ലഹു മിൻ മഅബൂദി യഅബുദുഹു. ആരാധിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അവന് ഒരു ആരാധ്യൻ ഉണ്ടാകണം. ആരെയാണോ അവൻ ആരാധിക്കുന്ന ഒരു ആരാധ്യൻ ഉണ്ടാകണം. വഇബാദത്തിൻ യസ്ലുകുഹാ ഇലൈഹി, ആരാധ്യനിലേക്ക് അവൻ ചെയ്യുന്ന ആരാധന രീതി ഉണ്ടാവും, അല്ലേ? രണ്ടുണ്ടാവും. ഫർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅത്ബാഉഹു യഅബുദൂന അല്ലാഹ് ബിമാ ശറഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയെ പിൻപറ്റിയ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹിന്റെ ശറഅ അനുസരിച്ച്, അള്ളാഹു പറഞ്ഞതനുസരിച്ച്. വലിഹാദാ കാന കലിമത്തുൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുകൊണ്ടാണ് കലിമത്തുൽ ഇസ്ലാം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണോ? അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് കൂടിയുണ്ട്. ഇപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉയർത്തിപ്പിടിക്കാത്ത ദഅവത്തല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഉയർത്തിപ്പിടിക്കാത്ത ദഅവത്ത് ഇസ്ലാമിന്റെ ദഅവത്തല്ല. അത് രണ്ടും പറയണം. അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആരാധിക്കണം എന്ന് പറയണം. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനം 2 ഹദീസുകളാണ്. ഒന്ന് സഹീഹ് ബുഖാരിൽ 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിലെന്താണ് പഠിപ്പിക്കുന്നത്? തൗഹീദാണ്, ഇഖ്ലാസാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. 2-ാമത്തെ അടിസ്ഥാനം ഏതാണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഇതിലില്ലാത്തത് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് റദ്ദാണ്, സ്വീകരിക്കാൻ പറ്റൂല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ, അതിന്റെ ഇതാണത്. അള്ളാഹിനെ ആരാധിക്കുക നമുക്ക് തോന്നിയ അനുസരിച്ചിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതാണ് നന്മ, റസൂലുള്ളാഹി വിലക്കിയതാണ് തിന്മ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മഅബൂദ ഇല്ലല്ലാഹ് വലാ ത്വരീഖ ഇലൈഹി ഇല്ലാ ബിമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വ്യക്തമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ആ അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിലേക്കുള്ള അള്ളാഹുവിന്റെ ഇബാദത്ത്, അതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം, വേറെ ഒരു മാർഗവുമില്ല. വൽ മുശ്രികൂന യഅബുദൂന ഗൈറല്ലാഹി ഇബാദതൻ ലം യഅ്ദൻ ബിഹില്ലാഹ്. മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നു അല്ലാഹു പഠിപ്പിക്കാത്ത, അല്ലാഹു അനുവദിക്കാത്ത ഇബാദത്ത് കൊണ്ട്. വലിഹാദാ ഖാല ലഹുമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്കും ദീനുക്കും വലിയ ദീൻ. അതുകൊണ്ടാണ് റസൂൽ അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങൾക്ക് എന്റെ ദീൻ. ആ തഫ്സീർ അതിനോട് യോജിക്കാൻ അടുത്ത ആയത്ത് കൂടി സഹായകമാണ്, അല്ലേ? ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാണെന്നാണ് ഈ തഫ്സീർ പ്രകാരം? നിങ്ങൾ വെക്കുന്ന അസ്നാമിനെ, അന്താദിനെ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയില്ല.
നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെയും ആരാധിക്കും. കാരണം നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ ആരാധന അള്ളാഹ് എത്തൂല. ശിർക്ക് ചെയ്താൽ അതിന് അള്ളാഹുവിനെ നിങ്ങൾ അതിനിടയിൽ ആരാധിച്ചാലും ആ ആരാധന യഥാർത്ഥ ഇബാദത്താവുകയില്ല. അതുപോലെ രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞ എന്തിനാണ്? ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യരെ ആരാധിക്കൂല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ആരാധനാ രീതികൾ ഞാൻ തുടരുകയില്ല. നിങ്ങൾ എന്റേതും തുടരുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതാണ് രണ്ടാമത്തെ തഫ്സീർ. ഒന്നാമത്തെ തഫ്സീർ, രണ്ടാമത്തല്ല, ഒന്നാമത്തേതാണ്. ഇനി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞത് സൂറത്തു യൂനുസിലെ 41-ാമത്തെ ആയത്ത് പോലെയാണ്. വ ഇൻ കസ്സബൂക ഫഖുൽ ലി അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമൽ വഅന ബരീഉൻ മിമ്മാ തഅമലൂൻ. സൂറത്തു യൂനുസിൽ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വ ഇൻ കസ്സബൂക, നബി അവർ നിന്നെ കളവാക്കിയാൽ ഫഖുൽ അവരോട് നീ പറയുക ലി അമലി, എനിക്ക് എന്റെ അമലാണ്, വലക്കും അമലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമലും നിങ്ങളുടെ പ്രവർത്തനങ്ങളും, അൻതും ബരീഊന മിമ്മാ അമൽ ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിദൂരത്താണ്, ഒരു ബന്ധമില്ല, വഅന ബരീഉൻ മിമ്മാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എനിക്കും ബന്ധമില്ല. നമ്മൾ തമ്മിൽ ബറാഅത്താണ്, ബന്ധവിച്ഛേദനം പ്രഖ്യാപിക്കുന്ന ആയത്താണ്. അതുപോലെ സൂറത്തു ഖസസിൽ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ എന്ന് പറയാൻ. അതുപോലെയാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കണം, ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ മുൻഗാമികളിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ കൊടുത്ത കൂട്ടത്തിൽ ഈ സൂറത്തുൽ കാഫിറൂന്റെ തഫ്സീറിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഇബ്നു കസീർ എടുത്തു കൊടുത്തു. അതാണ് ഈ ആയത്തിനുള്ള രണ്ടാമത്തെ തഫ്സീർ. ഈ തഫ്സീറുകൾ ഒന്നും പരസ്പരം എതിരല്ല, മറിച്ച് ഒന്ന് ഉണ്ടാകുക എന്നുള്ളത് മറ്റേത് ഉണ്ടാകുന്നതിനെതിരല്ല. രണ്ടും ഒന്നിച്ച് നടക്കാത്തൊരവസ്ഥ വരികയല്ല. എല്ലാം ശരിയാ, നിങ്ങൾക്ക് മനസ്സിലാവും. വഖാല അൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞു യുഖാൽ ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ അൽ കുഫർ, വലിയ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം. ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഫർ, എനിക്കെന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ ഇസ്ലാം, അതാണ്. വഖാല ഗൈറുഹു, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി പറയുകയാണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞല്ലോ. അൽ ആൻ, ഇപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല ഈ പറയുന്ന സമയത്ത് എന്ന് മാത്രമല്ല വലാ ഉജീബുക്കും ഫീമാ ബഖിയ മിൻ ഉംരി, എന്റെ ആയുസ്സുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെ അനുസരിക്കുകയുമില്ല. നിങ്ങളുടെ ഈ ദഅവത്ത്, നിങ്ങളുടെ ഈ ഷിർക്കിലേക്കുള്ള ക്ഷണം, നിങ്ങളുടെ ഇബാദത്ത് അത് ഞാൻ സ്വീകരിക്കുകയുമില്ല എനിക്ക് ആയുസ്സുള്ളിടത്തോളം. അതാണ് ആവർത്തിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മറ്റൊരു തഫ്സീർ. ആദ്യം പറഞ്ഞതിന് ഇത് എതിരാണോ? അല്ല. മാ ലാ അഅ്ബുദു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞതും വലാ അന ആബിദുൻ മാ അബദ്തും എന്ന് പറഞ്ഞതും എന്താണ്? ഒന്ന് ഇപ്പോ, രണ്ടാമത്തത് ഭാവിയിൽ മരിക്കുന്നവരേക്കും എന്നാണ് അതിന്റെ തഫ്സീർ. മറ്റതും അങ്ങനെ തന്നെ, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് നിങ്ങൾ എന്റേതും എന്ന് പറഞ്ഞതും. അത് ആദ്യത്തെ തഫ്സീർ ആദ്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ആരോടാണ്? കുഫറിൽ തന്നെ മരിക്കുമെന്ന് അള്ളാഹു മുമ്പേ തീരുമാനിച്ച മുശ്രിക്കുകളോടാണ് എന്നത്. ഇനി വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വഹുമുൽ ലദീന ഖാൽ, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരോടാണ്? അവരെ കുറിച്ചാണ് അള്ളാഹു സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുള്ളത്. 68-ാമത്തെ ആയത്തിൽ ഇമാം ബുഖാരിയാണ് ഈ പറയുന്നത് വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനം വകുഫ്റാ. നബിയെ, അവരിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച് തന്നത് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് കൂടുന്നത് എന്ത് മാത്രമാണ്? തുഗ്യാനൻ വകുഫ്റാ, അവരുടെ ധിക്കാരം തമ്മാടുത്തവും കുഫറും കൂടുകയാണ് ഖുർആൻ കേൾക്കുവോളം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ കൂടേണ്ടതിന് പകരം അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് കേൾക്കുമ്പോൾ കൂടുന്ന എന്താണ്? തുഗ്യാനൻ വകുഫ്റാ, കുഫർ കൂടുകയാണ് എന്ന് പറഞ്ഞവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തെ തഫ്സീർ. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തത് വനഖല ഇബ്നു കസീർ പറയാണ് വനഖല ഇബ്നു ജരീർ അൻ ബഅളി അഹ്ലിൽ അറബിയ്യ, അറബികളായ അറബി ഭാഷയിൽ നല്ല നിപുണന്മാരായ മുൻഗാമികളിൽ നിന്ന് ഇമാം ഇബ്നു ജരീർ അത്തബരി അദ്ദേഹം ഉദ്ധരിച്ചു മറ്റൊരു തഫ്സീർ എന്തെന്നാണ്? അന്ന ദാലിക മിൻ ബാബി തഅക്കീദ്, ഇത് ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാണ്? തഅക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടി. ചെയ്യൂല, ഇല്ല ചെയ്യൂല എന്ന്
ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആവർത്തിച്ചിട്ടുള്ളത്. കഖൗലിഹി, അള്ളാഹുവിന്റെ ഈ ആയത്ത് പോലെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുപോലെ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ. എന്താണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് പറഞ്ഞാൽ? ഫഇന്ന തീർച്ചയായും, അൽ ഉസ്ർ, അൽ ഉസ്ർ എന്താ? പ്രയാസം. ഉസ്ർ പ്രയാസം. ഐൻ യുസ്റൻ എന്തുണ്ട്? എളുപ്പമുണ്ട്. വീണ്ടും ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഇവിടെ ഉസ്ർ പ്രയാസത്തിന് അലിഫ് ലാം ചേർത്തിട്ടാണ് പറഞ്ഞത് രണ്ടായത്തിലും. അപ്പൊ പ്രയാസം ഒറ്റൊന്നാണ്. ആ പ്രയാസത്തിനെ തന്നെയാണ് രണ്ടാമത്തെ ആയത്തിലും പറഞ്ഞത്. എന്നാൽ യുസ്റിനെ അലിഫ് ലാം ചേർക്കാതെ യുസ്റൻ, യുസ്റൻ എന്നാണ് പറഞ്ഞത്. അത് രണ്ടെണ്ണം വേറെ വേറെയാണ്. അതാണ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ അത് മുർസലാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ചേർക്കാൻ പറ്റൂല. എന്നാൽ മുൻഗാമികൾ താബീങ്ങൾ വരെ എത്തിയ സനദുണ്ട്, സഹാബത്ത് വരെ എത്തിയ സനദുണ്ട്. അതിനെന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രയാസവും രണ്ട് എളുപ്പമാണ്. അപ്പൊ മുൻഗാമികൾ പറഞ്ഞു സന്തോഷിക്കുക. കാരണം എന്താ? ഒരിക്കലും രണ്ട് എളുപ്പത്തിനോട് ഒരു പ്രയാസത്തിന് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റൂല. കാരണം യുസ്റിന് അള്ളാഹു അലിഫ് ലാം ചേർത്ത് ആ രണ്ടായത്തിൽ പറഞ്ഞ യുസ്ർ ഒറ്റൊന്നാണ്, യുസ്ർ അള്ളാഹു രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തിന്റെ കൂടെ പിന്നെയുണ്ട് എളുപ്പം. അതാണ് എന്നതുപോലെ ആവർത്തിച്ച് അതെന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? ഉറപ്പിക്കാൻ. അതുപോലെയാണ് ലതറവുന്നൽ ജഹീം എന്ന് പറഞ്ഞിട്ടുള്ളത്. സുമ്മ ലതറവുന്ന, വീണ്ടും പറ. അതുപോലെ തന്നെയാണ് ഈ ആയത്തിലുള്ളത്. ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്ന അല്ലാഹ് നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ചത്. ഇതാണ് മൂന്നാമത്തെ തഫ്സീർ. നാലാമത്തത് ഇബ്നു കസീർ പറയുന്നു, وهو أن المراد بقوله لا أعبد ما تعبدون نفي الفعل لأنها جملة فعلية، ولا أنا عابد ما عبدتم نفي قبوله لذلك بالكلية. നാലാമത്തെ തഫ്സീർ എന്താണ് പറഞ്ഞാൽ, ഒന്നാമത്തിൽ ലാ അഅബുദു എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ആയത്തിൽ, ഞാൻ ആരാധിക്കുന്നില്ല. അടുത്തയിൽ വലാ അന ആബിദു, ഞാൻ ആരാധിക്കുന്നവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വമാനാഹു നഫ്യുൽ വുഖൂ' വനഫ്യുൽ ഇംകാൻ ശർഈ അയ്ളൻ, അതായത് ഞാൻ ആരാധിക്കുകയില്ല, എനിക്ക് ആരാധിക്കാൻ കൊള്ളുകയുമില്ല, എനിക്ക് പാടില്ല. ഞാൻ ആരാധിക്കില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആരാധിക്കാൻ പാടില്ല, എനിക്കത് യോജിച്ചതല്ല, അത് ശരിയല്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വഹുവ, ഇബ്നു കസീർ പറയുന്നു, വഹുവ ഖൗലുൻ ഹസൻ അയ്ളൻ, അതും നല്ലൊരു തഫ്സീർ തന്നെയാണ്. വല്ലാഹു അഅലം, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഈ തഫ്സീറുകൾ പരസ്പരം എതിരാണോ? അല്ല. ഒന്ന് നാലെണ്ണം ഒന്ന് ആലോചിക്കുക. ഒന്ന് ആവർത്തിച്ചത് എന്തിനാണ്? ഒന്നാമത്തത്, ഒന്ന് ഞാൻ നിങ്ങൾ ആരാധിക്കില്ല എന്ന് പറയാൻ, നിങ്ങളുടെ ആരാധന രീതിയും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാൻ, നിങ്ങൾ തിരിച്ചും. രണ്ടാമത്തത് എന്തിനാണ്? രണ്ടാമത്തെ എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഞാൻ ഇപ്പോഴും ചെയ്യുകയില്ല, അതുപോലെ ഭാവിയിലും ചെയ്യുകയില്ല. ഇപ്പോഴും ചെയ്യില്ല, ഭാവിയില്ല. ഒന്ന് ഈ വർത്തമാനം, ഒന്ന് ഭാവി സൂചിപ്പിക്കാൻ. മൂന്നാമത്തെ കൗൽ എന്താണ്? തഅക്കീദിന് വേണ്ടി, ഉറപ്പിച്ചു പറയാൻ വേണ്ടി ആവർത്തിച്ചതാണ്. നാലാമത്തെ കൗൽ എന്താണ്? ആവർത്തിച്ചത് ഞാൻ ചെയ്യുകയില്ല, എനിക്കത് ചെയ്യാൻ കൊള്ളുകയുമില്ല എന്ന് പറയാനാണ്. ഇതൊന്നും എതിരല്ല, എല്ലാം ഒന്നിച്ചു വന്നാൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഈ സൂറത്തിന്റെ മറ്റൊരു അവസാനത്തെ ആയത്തുണ്ടല്ലോ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇമാം ഇബ്നു കസീർ പറയുകയാണ്. വഖദ് ഇസ്തദല്ലൽ ഇമാം അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് وغيره بهذه الآية الكريمة لكم دينكم ولي دين على أن الكفر كله ملة واحدة. ഇമാം ഷാഫിഈ റഹിമഹുല്ലയും അതുപോലുള്ള പണ്ഡിതന്മാരും ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിൽ നിന്ന് തെളിവ് പിടിച്ചിരിക്കുന്നു. ഒരു ഫിഖ്ഹിയായ വിഷയത്തിൽ, കർമ്മപരമായ ഒരു വിഷയത്തിന് ഈ ആയത്തിന് തെളിവ് പിടിച്ചിരിക്കുന്നു. പണ്ഡിതന്മാരെ ബുദ്ധിയാണ്, നമുക്കൊന്നും കിട്ടൂല. ഏതാണ്? കുഫറെല്ലാം ഒരൊറ്റ മില്ലത്താണ്. അതായത് യഹൂദി ആയാലും ക്രിസ്ത്യാനി ആയാലും അവരൊക്കെ ഒറ്റ മില്ലത്തിലാണ്. എല്ലാം കുഫർ എന്ന നിലക്കെല്ലാം ഒന്നാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം ഷാഫിഈ ആ കൂട്ടത്തിലുണ്ട്. അതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്ത് തെളിവ് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫവരിസൽ യഹൂദ് മിനൻ നസാറ വബിൽ അക്സ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഗവൺമെന്റുകൾക്ക് കീഴിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ജീവിക്കും അല്ലെ? അവർക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ മുസ്ലിം ആവും,
മൂന്നാമത്തേത് ജിസിയ കൊടുത്ത് അവർക്ക് ജീവിക്കാം. മുസ്ലിങ്ങൾക്ക് ജിസിയ കൊടുത്ത് അള്ളാഹിന്റെ ദീനാണിത്. അതുകൊണ്ടാണ് നമ്മളാരും ഉണ്ടാക്കിയ ദീനല്ലല്ലോ, അള്ളാഹുവിന്റെ ദീനാണ്. അതിൽ അള്ളാഹ് പടച്ച എല്ലാ പടപ്പും അതിലെത്തൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ ദീൻ പാലിക്കുന്ന അടിമകൾക്ക് അവർ ജിസിയ കൊടുക്കണം. അള്ളാഹിന്റെ നിയമമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. ഹത്താ യുഅ്തുൽ ജിസിയത അൻ യദിൻ വഹും സാഗിറൂൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ജിസിയ അവർ കൊടുക്കണം. അങ്ങനെയുള്ള മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ ജീവിക്കുന്ന യഹൂദി നസറാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിനും തീർപ്പ് കൽപ്പിക്കേണ്ടത് ആര് തന്നെയാണ്? മുസ്ലിങ്ങളായ ഖാദിമാരല്ലേ. അപ്പൊ അവർ തമ്മിൽ പിന്നെ മിറാസിന്റെ പ്രശ്നം ഉണ്ടാവല്ലോ. ഏതാണ്? പിന്നെ അനന്തര സ്വത്ത് വീതം വെക്കാന്നുള്ള വിഷയം. അപ്പോ ഒരു യഹൂദിക്ക് ഒരു നസറാനിയായ മകനുണ്ടെന്ന് കൂട്ടുക. ഒന്നുകിൽ കുടുംബബന്ധം, അല്ലെങ്കിൽ കുടുംബബന്ധമല്ലാത്ത നിലക്ക് പിന്നെ അനന്തര സ്വത്ത് ചിലപ്പോൾ അങ്ങനെയും കിട്ടും. നസബിലും അനന്തര സ്വത്ത് കിട്ടും. അതെല്ലാവർക്കും അറിയാലോ. കുടുംബം എന്ന നിലക്ക് അനന്തര സ്വത്ത് കിട്ടുക. നസബ് അല്ലാതെ നിക്കാഹ് കൊണ്ടും കിട്ടും. രണ്ടും വേറെ വേറെ തന്നെയാണ്. വിവാഹബന്ധം കൊണ്ട് സ്വത്ത് കിട്ടൂലേ? ഭാര്യയുടെ സ്വത്ത് ഭർത്താവിനും, ഭർത്താവിന്റെ സ്വത്ത് ഭാര്യയ്ക്കും കിട്ടും. ഭാര്യ മരിച്ചാൽ മക്കളില്ലെങ്കിൽ ഭർത്താവിന് പകുതിയാണ്. മക്കളുണ്ടെങ്കിൽ 4/1. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ 4/1, മക്കളുണ്ടെങ്കിൽ 8/1. ഇത് നിക്കാഹിലുള്ളതാണ്, നസബിലൂടെ ഉള്ളതല്ല. നസബിലൂടെയുള്ള വേറെ ഉപ്പയും മക്കളും തമ്മിൽ കിട്ടുന്ന. അതുപോലെ റിഖ് അതിലൂടെ വരുന്നുണ്ട്. അതായത് അടിമ മോചനം. ഒരാളൊരു അടിമയെ മോചിപ്പിച്ചു, ചില നിബന്ധനകളോടെ. ഈ അടിമയുണ്ടല്ലോ, അടിമയായിരുന്ന പിന്നീട് മോചിപ്പിക്കപ്പെട്ട ആൾ, ഇതിന്റെ സ്വത്ത് ആർക്ക് കിട്ടും? മോചിപ്പിച്ച ആൾക്ക് കിട്ടും. അടിമക്ക് സ്വന്തമായി സ്വത്ത് പാടില്ല. അടിമക്ക് സ്വന്തമായി സ്വത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അടിമയെ മോചിപ്പിച്ചാൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കപ്പെട്ട ആൾക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലെങ്കിൽ ആർക്ക് കിട്ടും? മോചിപ്പിച്ച ആൾക്ക് അവകാശമുണ്ട്. അപ്പൊ കുടുംബബന്ധം മുഖേന മാത്രമല്ല എന്തുണ്ടാവുക? മീറാസ്, അനന്തര സ്വത്ത് പോവുക. ഈ അനന്തര സ്വത്ത് മുസ്ലിങ്ങളായ അനന്തരാവകാശികൾക്ക് കിട്ടും. മുസ്ലിങ്ങളുടെ ഒരു അനന്തരാവകാശി കാഫിറായി പോയി, അവന് സ്വത്ത് കിട്ടുമോ? ഇല്ല. കാഫിറിന്റെ സ്വത്ത് അനന്തരാവകാശിയായ മുസ്ലിമിന് കിട്ടുമോ? കിട്ടുകയില്ല. പക്ഷേ കാഫിറുകൾ തമ്മിലുള്ള അവസ്ഥ എന്താണ്? യഹൂദിന്റെ സ്വത്ത് ക്രിസ്ത്യാനി കിട്ടുമോ? അച്ഛൻ യഹൂദിയും മോൻ ക്രിസ്ത്യാനിയും ആണെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ കിട്ടുമോ ഇല്ലയോ? കിട്ടും എന്നതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഈ ആയത്തിന് തെളിവിച്ചു. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എല്ലാവരും ദീൻ എന്നാണല്ലോ പറഞ്ഞത്. കുഫറിന് എല്ലാത്തിനും ദീനാക്കി പറഞ്ഞു. അതുകൊണ്ട് ഇമാം ഷാഫിഈയും ഒരു വിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ സ്വത്ത് കിട്ടും എന്ന് ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചു. അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അല അന്നൽ കുഫ്റ കുല്ലഹു മില്ലത്തുൻ വാഹിദ. കുഫർ എല്ലാം ഒരൊറ്റ മില്ലത്താണ്. അതുകൊണ്ട് തെളിവിട്ടു. വരിസൽ യഹൂദു മിനൻ നസാറ വബിൽ അക്സ്. യഹൂദിക്ക് നസറാന്റെയും അക്സർ എന്താ തിരിച്ചും കിട്ടും. ഇദാ കാന ബൈനഹുമാ നസബുൻ ഔ സബബുൻ യുതവാറസു ബിഹ്. നസബോ അല്ലെങ്കിൽ അനന്തര സ്വത്ത് കിട്ടാനുള്ള വല്ല സബബോ, ഞാൻ ഈ പറഞ്ഞതാണ് സബബിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കാരണമോ ഉണ്ടെങ്കിൽ കിട്ടും എന്നതിന് തെളിവ് പിടിച്ചു. ലി അന്നൽ അദിയാൻ, കാരണം അവർ തെളിവ് പറഞ്ഞിട്ടുള്ളത് ലി അന്നൽ അദിയാൻ, മറ്റുള്ള മതങ്ങൾ, മാ അദൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാം, ഇസ്ലാമാണ് അള്ളാഹു അവതരിപ്പിച്ചത്, കുല്ലുഹാ കശൈഇൽ വാഹിദ് ഫിൽ ബുത്ലാൻ, അതൊക്കെ ബാത്തിലാണ് എന്ന കാര്യത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. യഹൂദിയത്തും നസറാനിയത്തും എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതാണ് ഇമാം ഷാഫിഈ തെളിവിടിച്ചിട്ടുള്ളത്. വദഹബ അഹ്മദ് ഇബ്നു ഹംബൽ, എന്നാൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹവും വമൻ വാഫഖഹു അദ്ദേഹത്തിനോട് യോജിച്ചവരും ഇല അദമി തൗരീസിൻ നസാറ മിനൽ യഹൂദ് വബിൽ അക്സ്, അവരൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്? യഹൂദികൾക്ക് നസറാന്റെ സ്വത്ത് കിട്ടുകയില്ല, നസറാനിക്ക് യഹൂദിന്റെ സ്വത്ത് കിട്ടുകയില്ല. അതിനവർ തെളിവ് പിടിച്ചിട്ടുള്ളത് ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസാണ്. ഹദീസി അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ലാ യതവാറസു അഹ്ലു മില്ലതൈനി ശത്താ, ലാ യതവാറസു അഹ്ലു മില്ലതൈനി ശത്താ. ശത്ത എന്ന് പറഞ്ഞാൽ വേറിട്ട, വേറെ വേറെ ആയത്. ഖുലൂബുഹും ശത്ത എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ. തഹ്സബുഹും ജമീഅ, ജൂതന്മാരെ പറ്റി പറഞ്ഞാണ്. കണ്ടാ നീ വിചാരിക്കും അവരൊക്കെ ഒന്നാണ്. ഖുലൂബുഹും ശത്ത, അവരുടെ കൽബുകൾ വേറെ വേറെയാണ്. അപ്പോൾ ലാ യതവാറസ്,
പിന്നെ സ്വത്ത് അനന്തര സ്വത്ത് കിട്ടുകയില്ല. അഹ്ലു മില്ലത്തൈനി, രണ്ട് മില്ലത്തുകാർക്ക്, ഷത്ത വേറെ വേറെയായ രണ്ട് മില്ലത്തുകാർക്ക് പരസ്പരം സ്വത്ത് കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇർവാഉൽ ഖലീലിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹിഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഈ ഹദീസ് ഇമാം ഷാഫിക്ക് ആ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇമാം ഷാഫിയും ചില പണ്ഡിതന്മാരും ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചു. എന്ത്? അവർക്ക് പരസ്പരം സ്വത്ത് കിട്ടും, കുഫറെല്ലാം ഒന്നാണ് എന്നതിനാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉള്ളതിനാൽ വേറെ വേറെ തന്നെ വേറെ വേറെ മില്ലത്തുകാർക്ക് സ്വത്ത് കിട്ടുകയില്ല, അവർക്ക് അവരെ മില്ലത്തിലുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും. അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു കാര്യം കൂടി പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ സൂറത്തിന്റെ തഫ്സീറായി പറയാനുള്ളത്. അള്ളാഹു ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അടുത്ത സൂറത്ത് എടുക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നന്നായി പഠിക്കാനും പഠിക്കുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. الله سبحانه وتعالى നാടിന്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിർഭയത്വവും അവന്റെ ദീൻ പാലിക്കാനുള്ള സൗകര്യവും അള്ളാഹു നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും കൊണ്ടുവന്ന് എഴുതിയെടുക്കുന്ന ശീലം അത് എല്ലാവരും മറന്നുപോയി തോന്നുന്നുണ്ട്. അത് എഴുതിയെടുത്ത് പഠിക്കണം. ഇടയ്ക്കിടെ മറിച്ചു നോക്കുന്ന ഒരു നോട്ടായിരിക്കണം. ഏതെങ്കിലും ഒരു കടലാസ് എഴുതി കൊണ്ടുവന്ന് ആരും വായിച്ചു നോക്കൂല. അത് അതിനായി നല്ല പുതിയൊരു പുസ്തകം വാങ്ങി അല്ലെങ്കിൽ ഒരു ഡയറിയോ എന്തെങ്കിലും വാങ്ങി സ്ഥിരമായി മറിച്ചു നോക്കി ഈമാനും ഇൽമും ഒക്കെ പുതുക്കാൻ പറ്റുന്ന നിലക്ക് എഴുതിയെടുക്കണം. പറയുന്ന എല്ലാം എഴുതിയെടുക്കാൻ കഴിയൂല. നിങ്ങൾക്ക് എഴുതിയെടുക്കണം തോന്നിയ കാര്യങ്ങൾ എഴുതിയെടുക്കുക. അസ്സലാമു അലൈക്കും.